ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് ബനാന സ്മൂത്തിയാണ്. ചോക്ലേറ്റ് ഫ്ലേവറിൽ തയ്യാറാക്കുന്ന കാരണം കുട്ടികൾക്കും വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു സ്മൂത്തിയാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഈ വലിപ്പത്തിലുള്ള 2 പഴം എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് ഇതൊന്ന് കട്ടിയാക്കി എടുക്കാം. എങ്കിലേ നമ്മുടെ സ്മൂത്തി നല്ല കുറുകിയ പരുവത്തിൽ കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുമ്പോഴേക്കും അത് കുറച്ച് വെള്ളം പോലെ ആയിപ്പോവും. അപ്പോൾ ഇത് കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 8 കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇത് ആദ്യം പൊടിച്ചെടുത്ത ശേഷം ബാക്കി പഴമൊക്കെ ചേർത്തൊന്ന് അടിച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ ഈ കാഷ്യൂ നട്ട്സ് നല്ലപോലെ പൊടിഞ്ഞ് കിട്ടില്ല. അപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രീസറിൽ വെച്ച പഴം ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇത് ഹെർഷീസിൻ്റെ അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡറാണ്. ഇനി 1 ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് പകരം 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. കുറച്ച് വാനില എസൻസ്, ഇത് 1/4 ടീസ്പൂൺ നിറച്ചെടുത്തിട്ടില്ല. പിന്നെ 1 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. ഇത് തിളപ്പിച്ചിട്ട് തണുപ്പിച്ചെടുത്ത പാലാണ്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ചോക്ലേറ്റ് ചിപ്സും കൂടി ചേർക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ കൂടുതലായിട്ട് വേണമെങ്കിൽ മാത്രം ഇത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് കുടിക്കാൻ പാകത്തിനുള്ളൊരു കുറുകിയ പരുവത്തിൽ നമ്മുടെ ചോക്ലേറ്റ് സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഇത് പെട്ടെന്ന് തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. കുട്ടികൾക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു എനർജി ബൂസ്റ്റിംഗ് ഡ്രിങ്കാണിത്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി മറ്റൊരു റെസിപ്പിയുമായി കാണാം. അതുവരേക്കും നന്ദി.